അങ്ങനെ ലിനയുടെ കല്യാണത്തിന് ഇനി ഒരു 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഏകദേശം ഒരുക്കങ്ങളൊക്കെ റെഡിയായി. ഞങ്ങളെല്ലാവരും ഇതാ ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ എന്താ പറയുക, കല്യാണ പെണ്ണ് പാട്ട് പ്രാക്ടീസിന് പോയിട്ടുണ്ട്. അവൾ ഇതാ വരുന്ന വഴിയാണിത്. അപ്പോൾ അവൾ വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മു അവളുടെ കൂടെ വന്നിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ കല്യാണ തലേന്നായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലെക്സും കൊണ്ട് നമ്മളായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് അടിപൊളി ഫ്ലെക്സ് കൊണ്ടാണ് മറ്റുള്ളത്. കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതാ പെണ്ണിന് മധുരം വയ്പ്പ് എന്നുള്ള ഫ്ലെക്സ് നല്ല അടിപൊളിയായിട്ട് ലിബിനയുടെ ഫോട്ടോ വെച്ചിട്ടായിട്ട് അടിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ സ്റ്റേജിൽ വെക്കും. നെക്സ്റ്റ് ഇതാ കല്യാണ പെണ്ണ് തന്നെ സ്വന്തം ഫ്ലെക്സ് പിടിച്ച് നിൽക്കുന്നുണ്ട്. സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ പെണ്ണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നല്ല അടിപൊളി ഫ്ലെക്സ്, നല്ല ഫുൾ സൈസിൽ ലിബിനാൻ്റെ ജിബിൻ്റെ സൈസിൽ തന്നെ അടിച്ചിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏട്ടനാണ് ചെയ്തത്. അപ്പോൾ RR പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പിലാത്രയിൽ പ്രിൻ്റർ എന്താ പറയുക പ്രസ് നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്നാണിത് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇവിടെ നമ്മളെ നൈജലാട്ടെ എന്താ നമ്മളായിട്ട് ഇവിടെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ മധുരം വെപ്പിനുള്ള ഫ്ലെക്സ് ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജ് അറേഞ്ച് ചെയ്ത് നമ്മളേട്ടനാണേ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ ഏട്ടൻ നല്ല ആർട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അവിടെ മുകളിലൊരു ഏട്ടൻ്റെ എന്താ പറയുക അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ നിബി അവിടെ ഏട്ടനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാ ഓക്കെ, ഇതാണ് നമ്മുടെ ഏട്ടനേട്ടാ. നമുക്ക് ഇത് ഫ്ലെക്സും അതുപോലെ തന്നെ എല്ലാം എടുത്തു തന്നത് ഏട്ടനാണ്. ഏട്ടൻ്റെ പ്രസ്സിൽ നിന്നാണ് നമ്മളിതെല്ലാം ചെയ്തത്. RR പ്രിൻറ്റേഴ്സ് പിലാത്ര. ഓക്കെ, നമ്മുടെ കല്യാണ തലേക്ക് വേണ്ട ഇല തുടക്കാൻ വേണ്ടിയിട്ടാ നമ്മുടെ പാപ്പൻ, ഏട്ടൻ, പ്രകാശൻ മാമൻ എല്ലാവരും ഉണ്ട്. എല്ലാവരും സജീവമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പണിയൊക്കെ ഏകദേശം ആയ ശേഷം നമ്മുടെ വല്യപ്പനും വല്യമ്മയ്ക്കും ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ.